ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൽ കണ്ണുകളിൽ കൂടെയുള്ള പാപം, അതുപോലെ തന്നെ മനുഷ്യൻ്റെ കോപം എങ്ങനെ ദൈവപ്രവൃത്തിയെ തടയുന്നു എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇത് കണ്ടിട്ട് കുറച്ചധികം പേര് പേഴ്സണലി വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് കൂടുതൽ മെസ്സേജുകൾ ചെയ്യണം, കാരണം ഇന്നത്തെ തലമുറയിൽ ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സന്ദേശങ്ങൾ കൂടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഇരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് റൂളിംഗ് പവർ ഓഫ് സിൻ ആണ്, അല്ലെങ്കിൽ പാപത്തിൻ്റെ വാഴ്ചയുടെ ശക്തി, അല്ലെങ്കിൽ വാഴുന്ന പാപങ്ങൾ. ഇങ്ങനെ ഒരു പദപ്രയോഗം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഈ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മർത്യ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ തൻ്റെ മോഹങ്ങളെ അനുസരിപ്പിക്കുമാറ്, അല്ലെങ്കിൽ അനുസരിപ്പിച്ചുകൊണ്ട് ആധിപത്യം ചെലുത്തുവാനായിട്ട് ശ്രമിക്കുന്ന പാപം. ഇത് പാപത്തിൻ്റെ ഒരു ശക്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, പാപം എന്ന് പറയുന്ന 2 വാക്കുകൾ എന്നുള്ളതിനപ്പുറത്ത് പാപത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഒരുപക്ഷെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പിശാചിനെ ഭയപ്പെടുന്നതിനേക്കാൾ അധികം ഒരു വ്യക്തി പാപത്തെ ഭയപ്പെടണം. കാരണം പാപം നമ്മുടെ ജീവിതത്തിലെ ദൈവപ്രവർത്തികളെ തടയുന്നതും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതുമാണ്. നാം ഒരു ശത്രുവിനെ കീഴടക്കുവാനായിട്ട് പോകുമ്പോൾ, നാം ശത്രുവിനെ ജയിക്കുവാനായിട്ട് പോകുമ്പോൾ, നാം ശക്തി സംഭരിക്കുന്നതോടൊപ്പം തന്നെ പരമപ്രധാനമാണ് ശത്രുവിൻ്റെ ശക്തി എത്രത്തോളമെന്ന് തിരിച്ചറിയുക. ഇത് മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വളരെ വ്യക്തമായ ഉത്തരങ്ങളാണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലുടനീളം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കി ഇതിനെ ജയിച്ച് ദൈവകൃപയ്ക്കകത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കർത്തവ്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം, ആമേൻ, അതിനായിട്ട് നമുക്ക് അത് കഴിയണം എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് ദൈവത്തിൻ്റെ സ്തോത്രം, ആമേൻ, നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, പാപം പാപിയെ ബന്ധനസ്ഥനാക്കുകയാണ്, പാപം പാപിയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു പാപം മറ്റൊരു പാപത്തിന് വഴി തുറക്കുകയാണ്. കയ്യിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞല്ലോ, നിങ്ങളത് മനസ്സിലാക്കി കാണുമായിരിക്കും. കോപിച്ചു, കൊലപാതകം ചെയ്യുന്നു, ദൈവത്തോട് കള്ളം പറയുന്നു, അതിനുശേഷം കയ്യിൻ്റെ പിൻതലമുറകളെ നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളുക. ബഹുഭാര്യത്വം, ഭാര്യയെ തല്ലുന്നവനെല്ലാം കയ്യിൻ്റെ പിൻതലമുറകളിലാണ് വരുന്നത്. അപ്പം ഈ കോപമുള്ളവന്റെ പിൻതലമുറകളിൽ ഇതെല്ലാം സംഭവിക്കുന്നു. ദാവീദിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഒരു പാപം, ഒരു സ്ത്രീയെ കണ്ടപ്പോൾ, ബർശേബയെ കണ്ട് മോഹിച്ച്, അത് കഴിയുമ്പോൾ എന്ത് പറ്റി? വ്യഭിചാരത്തിലേക്ക് പോകുന്നു. പിന്നീട് ചതിച്ച് കൊല്ലുന്ന കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവളുടെ ഭർത്താവിനെ കൊല്ലുന്ന കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളുക. ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. 10ാമത്തെ കൽപ്പനയാണ് ലംഘിച്ചത്, പക്ഷേ 5 തൊട്ട് 10 വരെയുള്ള കൽപ്പനകൾ ലംഘിക്കുന്നു. ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞ് മരണകരമായ അസുഖം പിടിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് മരിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടി ദാവീദ് ഉപവസിക്കുന്നു. പിന്നീട് ദൈവം തന്നെ ദാവീദിനോട് പറയുന്നു, നിന്റെ കുടുംബത്തെ വിട്ട് അനർത്ഥം മാറത്തില്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെ ദാവീദിനോട് പറയുന്നു. ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, നീ ഒടിച്ച അസ്ഥികൾ സന്തോഷിക്കുന്നു. അപ്പോൾ അസ്ഥികൾ ഒടിയപ്പെട്ട അവസ്ഥയിൽ വരെ ദാവീദ് എത്തപ്പെടുന്നതിനുള്ള കാരണം പാപം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ വളരെ കൃത്യമായിട്ട് ദൈവജനം തിരിച്ചറിയുകയും അതിൽ നിന്ന് യഥാർത്ഥമായ ഒരു വിമോചനം പ്രാപിക്കുകയും ചെയ്യണം. വിമോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പാപം എന്താണെന്നറിയണം, പാപത്തിന്റെ ശക്തി എങ്ങനെയാണെന്നറിയണം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പാപം അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത്, അതേ, ഒരുപാട് വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല ഭാഗങ്ങളിലായി അത് മറച്ചിട്ടിരിക്കുമ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ചേർത്ത് പഠിച്ച് ആമേൻ അതിനെ ജയിക്കേണ്ടുന്ന കടമ നമുക്കുള്ളതാണ്. നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അതെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ദൈവത്തിന് സ്തോത്രം. റെയിനിങ് പവർ ഓഫ് സിൻ ഓർ റൂളിംഗ് പവർ ഓഫ് സിൻ. പാപത്തിന് വാഴാനുള്ള ശക്തിയുണ്ട്, അല്ലെങ്കിൽ പാപത്തിന് വാഴുവാനുള്ള ശക്തിയുണ്ട്. സത്യത്തിൽ ഇത് ആരോടാണ് പറയുന്നത്? എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങൾക്ക് നൽകി തരണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്. റോമാലേഖനം, ഞാൻ അനേക വർഷങ്ങളായി റോമാലേഖനം പഠിപ്പിക്കുന്ന ഒരാളാണ്. അത് പറ്റുമെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് കഴിയുമ്പോൾ റോമാലേഖനം സവിസ്തരമായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ഞാനൊന്ന് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുവദിക്കുന്നുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. റോമാലേഖനം 5, 6, 7 8 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ പാപത്തെക്കുറിച്ചുള്ള, അതിൻ്റെ വാഴ്ചയെക്കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണം ആ പുസ്തകത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാപത്തെക്കുറിച്ച് പറയുന്നത്, പാപം അനുസരണക്കേട് നിമിത്തം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ സകല മനുഷ്യരിലും പാപം പരന്നിരിക്കുകയാണ്. സകല മനുഷ്യരും പാപത്തിന് അടിമകളാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് ന്യായപ്രമാണം കൊണ്ട് കരകയറുവാനായിട്ട് കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യന് നൽകിയപ്പോൾ, ന്യായപ്രമാണം എന്താണെന്ന് അറിയുന്നവർ ബഹുഭൂരിപക്ഷവും അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകി കൊടുത്ത കൽപ്പനകളും ചട്ടങ്ങളും അതുപോലെ തന്നെ ന്യായപ്രമാണങ്ങൾ. അപ്പോൾ ഈ ന്യായപ്രമാണങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകളും ചട്ടങ്ങളിലൂടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട്, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുവാനായിട്ട് അത് നൽകി കൊടുത്തപ്പോൾ മനുഷ്യന് പാപത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി എന്നുള്ളതല്ലാതെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ കൊണ്ട് പാപത്തിൽ നിന്ന് ഒരു വിമോചനം അവന് സാധ്യമല്ലാത്തത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് സകല മാനവജാതിയുടെയും പാപത്തിനായി മരിച്ചത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഏകന്റെ ലംഘനത്താൽ പാപവും മരണവും ലോകത്തിൽ കടന്നു എങ്കിൽ യേശു ക്രിസ്തു എന്ന ഏകനാൽ, ദൈവത്തിന് സ്തോത്രം, ഈ ദൈവകൃപ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു യേശുവിലൂടെ ഈ പാപത്തിനുള്ള ഒരു യഥാർത്ഥമായ വിമോചനം നമുക്കുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഈ ദൈവകൃപയെ അനുഭവിച്ചിട്ട് ജീവിക്കുന്നവരെ കുറിച്ചാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃപയ്ക്ക് അധീനരായി അല്ലെങ്കിൽ കൃപയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവരോട് വീണ്ടും പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ്? പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വാഴരുത്. ഇവിടെ പാപത്തെ ഒരു യജമാനനായിട്ട് അല്ലെങ്കിൽ ഒരു രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പിശാചിനെയും പാപത്തിനെയും ഒരുമിച്ച് ചേർത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്, പാപം പാപിയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാനും നിങ്ങളും ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ അടുത്ത തുടർച്ചയായ കണക്റ്റഡ് സീൻസിലൂടെ എന്നേക്കുമായിട്ട് ഒരാളെ ദാസ്യത്വത്തിലേക്കും അല്ലെങ്കിൽ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു വാഴുന്ന കപ്പാസിറ്റി പാപത്തിനുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ പാപം എവിടെയാണ് വാഴുന്നത്? ഈ പാപം അവയവങ്ങളിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ പാപം വാഴുകയാണ്. എങ്ങനെ വാഴുകയാണ്? അതിൻ്റെ മോഹങ്ങളെ അനുസരിപ്പിച്ചുകൊണ്ട് ഈ പാപം വാഴുകയാണ്. ഞാൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, വ്യഭിചാരം എന്ന് പറയുന്ന ഒരു കാര്യത്തെ യേശു പറഞ്ഞത് എന്താണ്? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ പാപം ചെയ്തു പോയി. അപ്പൊ സത്യത്തിൽ മോഹത്തിലൂടെ പ്രവർത്തികളിലേക്ക് കൊണ്ടുവന്ന് എന്നേക്കുമായി തൻ്റെ ആധിപത്യത്തിൽ മനുഷ്യനെ പൂട്ടിയിടുവാനായിട്ട് പാപത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഈവൻ രക്ഷിക്കപ്പെട്ടവർ, ദൈവകൃപയിൽ നിൽക്കുന്നുവെന്ന് തോന്നുന്നവർ പോലും സമ്പൂർണമായും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ അകത്തല്ല അവർ യാത്ര ചെയ്യുന്നതെങ്കിൽ അവരെയും ഈ തൻ്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പാപത്തിന് കഴിയും. ചിലർ പറയുന്നത്, രക്ഷിക്കപ്പെട്ടു, യേശുവിനെ അറിഞ്ഞാൽ പിന്നെ പാപമൊന്നും പാപത്തിൻ്റെ നിയന്ത്രണമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. എത്രയോ രക്ഷിക്കപ്പെട്ടവർ, എത്രയോ വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നവർ, ചെറുപ്പക്കാർ പോലും എന്നെ വിളിച്ചു. അവർ പറയുന്ന പലതിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം പ്രാപിക്കാനായിട്ട് പറ്റുന്നില്ല. രഹസ്യ ജീവിതത്തിൽ ആധിപത്യം പുലർത്തുന്ന പലതുണ്ട്, അവർക്കറിയാം. അപ്പം അതിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടുന്നത്? അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് വചനം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഭയാനകമാണ്, റൂളിംഗ് പവറാണ്. ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അവയവങ്ങളെ
നീതിയുടെ അവയവങ്ങളായി സമർപ്പിച്ച്, അതായത് ദൈവവചനം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ വിധേയത്വത്തിലേക്ക് നമ്മൾ വന്ന് ആ ഹോളി സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്, പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ, കൃപയ്ക്ക് വിധേയരായി ജീവിക്കുമ്പോൾ നമ്മുടെ മേൽ ഇതിന് ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് കഴിയാതെ പോകും എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്, വാഴുന്ന പാപം. നമ്മുടെ അവയവങ്ങളുടെ മേൽ ഇത് വാഴുകയാണ്, റൂളിംഗ് പവറാണ്. നമ്മുടെ ഓട്ടത്തെ ക്ഷീണിപ്പിക്കുവാനായിട്ട് പറ്റും, നമ്മളെ ദാസ്യത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പറ്റും. 6-ാം അധ്യായത്തിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത കിട്ടും. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്. അപ്പോൾ പാപം എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു റൂളിംഗ് പവർ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ദൈവത്തിന് സ്തോത്രം, ആ ഒരു പവർ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാസ്റ്ററി, അതിൻ്റെ ആ ഒരു കർത്തൃത്വം, നിയന്ത്രണം, അത് നിലനിർത്തുന്നത് എങ്ങനെയാണ്? മോഹങ്ങളിലൂടെയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മോഹങ്ങൾ, അവയവങ്ങളിൽ പോരാടുന്ന മോഹങ്ങൾ, അവസരം കിട്ടുമ്പോൾ കയറി വരുന്ന പാപങ്ങൾ, ഇതിനെ നമ്മൾ തിരിച്ചറിയുക, ഈ മോഹത്തെ ജയിക്കുക എന്നുള്ളതാണ്. ഈ മോഹങ്ങൾ പാപത്തിൻ്റെതെന്ന് പറയുമ്പോൾ തന്നെ യേശു ഇതിനെ പിശാചുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, ആ പിതാവിന്റെ മോഹങ്ങളെ എപ്പോഴും അനുസരിക്കുന്ന നിലയിലേക്ക് ജീവിക്കുന്നവർ എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ, മോഹങ്ങളുടെ ദൈവത്തിന് സ്തോത്രം നിയന്ത്രണം ശരിക്കും പറഞ്ഞാൽ പിശാചിന്റെ കൈകളിലാണ്. പാപം, മോഹം, പിശാച് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകളുണ്ട്. അതിനുശേഷം നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ദൈവപ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്? 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിലേക്കൊക്കെ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ അതിനെ സമർപ്പിക്കരുത്. അപ്പൊ നമ്മുടെ അവയവങ്ങൾ ക്രിസ്തുവിനായിട്ട് സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത, ദൈവകൽപ്പനകൾ അനുസരിക്കാത്ത, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാത്ത ഒരു വ്യക്തിക്കും പാപത്തെ ജയിക്കാൻ പറ്റത്തില്ലെന്ന് വചനം പറയുന്നല്ലോ. ഒരിക്കലും കഴിയത്തില്ല എന്നുള്ളതാണ്. പാപം നമ്മുടെ ഓട്ടത്തെ പോലും തളർത്തിക്കളയുന്നതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുമ്പോൾ മുറുകെ പറ്റുന്ന പാപങ്ങൾ, ഞാൻ ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ, ദ സിൻ ദാറ്റ് എൻറ്റാങ്കിൾസ് എന്ന് പറയുന്ന ആ മുറുകെ പറ്റുന്ന പാപങ്ങൾ. അപ്പൊ നിങ്ങൾ കണ്ടോ, വാഴുന്ന പാപങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ. ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓട്ടക്കളത്തിൽ ഒരു റണ്ണിങ് ട്രാക്കിൽ ഒരു അത്ലറ്റ് ഓടുമ്പോൾ അവൻ്റെ കാലുകളെ ഒരു വലിയ കയർ ഉപയോഗിച്ച് ബന്ധിച്ചാൽ അവൻ്റെ ഓട്ടം അവിടെ കൊണ്ട് തീരുകയാണ്. അവന് സുഖമായി ഓടാനായിട്ട് പറ്റത്തില്ല. ഇതാണ് പാപം ചെയ്യുന്നത്. മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഞാനും നിങ്ങളും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ ഒരു വലിയ കയറിട്ടാൽ, ഒരു വലിയ ബെൽറ്റ് ഇട്ടാൽ നമ്മൾ എങ്ങനെ സുഖകരമായിട്ട് മുമ്പോട്ട് ഓടാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവകൃപ പ്രാപിക്കുന്നതിനൊക്കെ എതിരായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ജയിച്ചടക്കണം. കണ്ണിനെ കുറിച്ച് പറയുന്നത്, വ്യഭിചാരിണിയെ കണ്ട് തൃപ്തിപ്പെടാത്ത, പാപം കണ്ട് വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും, പത്രോസിന്റെ ലേഖനത്തിലെ വാക്യമാണ്, വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ടിട്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ. അപ്പൊ പാപം എത്ര കണ്ടാലും തൃപ്തി വരത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പൊ ഇതൊന്നും നമുക്ക് തൃപ്തി വരുന്ന കാര്യങ്ങളല്ലാതെ ഇരിക്കുമ്പോൾ, ഈ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു ജയമുണ്ട്. അതിനാണ് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം, ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യം ഇങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങൾ വായിക്കുകയാണ്. 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ 17-ാമത്തെ വാക്യം, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവ്വം നിങ്ങൾ അനുസരിച്ച്
പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ അതെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് 22-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം, അതിൻ്റെ അന്തം നിത്യജീവൻ. എന്ന് പറഞ്ഞാൽ വിശുദ്ധി പ്രാപിക്കുകയാണ്, നിത്യജീവനിലേക്കുള്ള യാത്രയാണ്. നിത്യജീവനിൽ പോകണമെങ്കിൽ ഇതിനെ കീഴടക്കി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴുന്ന പാപങ്ങളെ തിരിച്ചറിയുക. ഓരോ പാപങ്ങളിൽ നമ്മളിൽ വാഴുന്നതാണ്. ഈ വാഴുന്ന പാപങ്ങളെ നമുക്ക് എങ്ങനെ കീഴടക്കുവാനായിട്ട് കഴിയും? നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ ദൈവത്തിന് സ്തോത്രം നിവർത്തിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്ന് പറയുന്ന ഒരു വേദഭാഗമുണ്ട് റോമാലേഖനത്തിൽ തന്നെ. ഞാൻ അടുത്ത ദിവസം ആ വാക്യം പറയാം. മോഹങ്ങൾ നിവർത്തിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്, അങ്ങനെയാണ് ആ വാക്യം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത സന്ദേശവുമായിട്ട് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.